സുഖാണല്ലോ അല്ലേ? കുറേ ആയി നമ്മൾ ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്തിട്ട്. ഫേസ് ടു ഫേസ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഞാൻ എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാനതങ്ങനെ പറയാൻ കാരണം, നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഫേസ് കാണിച്ചൊന്ന് സംസാരിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെഷൻ എന്നുള്ള ലെവലിലൊരു ഫീൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മളുടെ സിംഗപ്പൂർ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം കാസർഗോഡ് പോയപ്പോൾ അവിടുത്തെ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഇട്ടു. ഗോവയിൽ പോയപ്പോൾ അവിടുത്തെ 1-2 വീഡിയോസ് ഇട്ടു. ഓൾ ദീസ് എന്താ പറയുക, കാസർഗോഡ് പോയതിൻ്റെയും ഗോവേൻ്റെ ഒക്കെ ഇനിയും വീഡിയോസ് തരാനുണ്ട്. അതുപോലെ തന്നെ സിംഗപ്പൂരിൻ്റെ ആണെങ്കിലും ഓരോ തവണ പോകുന്നതും എന്താ പറയുക, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഈസിനെസ് അനുസരിച്ചാണ് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഓരോന്ന് സിംഗപ്പൂർ കഴിയാതെ കാസർഗോഡും ഗോവയും ഒക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് പോകുന്നത്. സോ എല്ലാം എന്തായാലും ചാനലിലുണ്ട്. പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. സിംഗപ്പൂർ വ്ളോഗ് നമ്മൾ ഫസ്റ്റ് ഡേ ഇൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗാർഡൻ ബൈ ദ ബേ എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ സെക്കൻഡ് വീഡിയോ കുറച്ച് ലാഗ് വന്നു. അപ്പോൾ ലാസ്റ്റ് വീക്ക് മാളു നമ്മൾ സെക്കൻഡ് ഡേ പോയ സി അക്വേറിയത്തിൻ്റെ വീഡിയോ മാളു തന്നെ വോയിസ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മോളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. സോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ സെക്കൻഡ് ഡേ തന്നെ നമ്മൾ സി അക്വേറിയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിഗ് ബസ്സിൽ ഒരു സിറ്റി ടൂർ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ സിറ്റി ടൂർ ചെയ്യുന്നത് ബിഗ് ബസ്സാണ്. അപ്പോൾ അതിൽ നമ്മളൊരു സിറ്റി ടൂർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാനൊരു ഫേസ് ടു ഫേസ് വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരുന്നൊന്നും അല്ല കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വരുന്ന വിധത്തിൽ ഒരു വീഡിയോ ഇടാമെന്ന് തോന്നി. സോ ആസ് ഐ ആം ഇൻ മൈ റോ ലുക്ക്. അപ്പോൾ എന്നാലും കൂടി ഞാൻ അത് എനിക്കെന്തോ അങ്ങനെ ചെയ്യണം തോന്നിയപ്പോൾ ഒരു സ്പോണ്ടേനിയസ് ഇതിൽ ഫീലിംഗിൽ ചെയ്യുന്നതാണ്. എനിവേയ്സ് നമുക്ക് സിറ്റി ടൂർ കാണാം സിംഗപ്പൂർ. സോ ജോയിൻ മീ ഇൻ എക്സ്പ്ലോറിങ് ദ കളർഫുൾ വേൾഡ്. നമുക്കൊന്ന് ബിഗ് ബസ്സിൽ കയറി സിംഗപ്പൂർ കണ്ടിട്ട് വരാം. സെക്കൻഡ് ഡേ അറ്റ് സിംഗപ്പൂർ ഫസ്റ്റ് ഹാഫ് നമ്മൾ സി അക്വേറിയം വിസിറ്റ് ചെയ്തിരുന്നു. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒരു സിറ്റി ടൂർ എടുത്തിരിക്കുകയാണ്. സോ സൺടെക് സിറ്റിയിൽ നിന്ന് ബിഗ് ബസ് എന്ന് പറയുന്നവരാണ് ഈ സിറ്റി ടൂർ ഓപ്പറേറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബിഗ് ബസ്സിൽ കയറി സിറ്റി ടൂറിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് നമുക്കതിലൊരു ഗൈഡ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിംഗപ്പൂർ ഭാഷയും കൂടിയും കലർന്നിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വരുമ്പോൾ നമുക്ക് പകുതി മുക്കാലും മനസ്സിലാവില്ല. എന്നാലും നമുക്ക് ഓരോ സ്പോർട്സ് പറയുമ്പോൾ അതിൻ്റെ പേരുകൾ മനസ്സിലാവും. പിന്നെ ഇങ്ങനെ വ്യൂ പോയിൻറ്റ്സിൽ കൊണ്ടുവരും, നമ്മളെ കാണിക്കും. അങ്ങനെ നമ്മളെ ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന പോയിൻ്റാണ് മെറീന ബേ സാൻഡ്സ്. ഇത് ആക്ച്വലി ഒരു വ്യൂ പോയിൻ്റാണ്. ഇത് മറീന ബൈ ദ ബേയുടെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു സിംഗപ്പൂരിയൻസ് എല്ലാം ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കുന്നവരുണ്ട്, കൈറ്റ്സ് പറത്തുന്നവരുണ്ട്. പിന്നെ കുറേ പേര് തൊട്ടപ്പുറത്തായിട്ടൊരു ഒരുപാട് ഷിപ്സ് നിർത്തിയിട്ടിട്ടുണ്ട്, അവിടെ വന്ന് അത് നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് ഇവർക്ക് ഇതെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടോ സിംഗപ്പൂർ ഫ്ലയേഴ്സ്, അതുപോലെ തന്നെ മറീന ബൈ ദ ബേ, അങ്ങനെ ഒരുപാട് ഐക്കോണിക് ബിൽഡിങ്സ്, നമ്മുടെ ഫ്ലവർ ഡോം എല്ലാം ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ഈ മറീന ബൈ ദ ബേ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. ബൈ ദ ബൈ ഈ റെഡ് ഡ്രസ് ഇട്ട് പോകുന്ന ആളാണ് നമ്മളുടെ ബസ്സിൻ്റെ ഗൈഡ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരെയും കാണിച്ചിട്ട് തിരിച്ച് കയറാൻ പറയുന്ന അങ്ങനെ എല്ലാവരെയും കൊണ്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെയൊക്കെ ടൂറിന് കൊണ്ടുപോയിട്ട് ടീച്ചേഴ്സ് പെറുക്കിയെടുത്ത് തിരിച്ച് ബസ്സിൽ കയറ്റുന്ന അവസ്ഥയാണ്. ഓക്കെ, എനിവേ മറീന ബൈ ദ ബേ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പിംഗ് മോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോട്ടൽസ് ഉണ്ട്, റൂംസ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ സ്വിമ്മിംഗ് പൂള്, ബാർ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അതിനുള്ളിൽ. ശരിക്കും സിംഗപ്പൂരിൻ്റെ ഒരു ലക്ഷറി സ്പോട്ട് എന്ന് തന്നെ മറീന ബൈ ദ ബേനെ പറയാം. നിങ്ങളെല്ലാവരും ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പോളിമാണിയുടെ യൂട്യൂബ് ചാനലിൽ. അവർ സിംഗപ്പൂർ വന്ന സമയത്ത് മറീന ബൈ ദ ബേയിലാണ് താമസിച്ചിരിക്കുന്നത്. അവരെല്ലാം വലിയ ആൾക്കാരായതുകൊണ്ടും സ്പോൺസേർഡ് പ്രോഗ്രാംസ് ഒക്കെ കിട്ടുന്നത് കൊണ്ടും അവർക്കെല്ലാം അതാവാം. നമ്മൾ പാവങ്ങളായതുകൊണ്ട് നാട് ചുറ്റിക്കറങ്ങി കണ്ട് അപ്പോൾ വരാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്നു. ഓക്കെ, സോ ഇതാണ് മറീന ബൈ ദ ബേ. ശരിക്കും സൺസെറ്റിൻ്റെ ടൈമിലായിട്ട് വന്നതുകൊണ്ട് നല്ല ഭംഗിയിലുള്ള വ്യൂ തന്നെ നമുക്ക് കിട്ടി. മറീന ബൈ ദ ബേയുടെ മുന്നിലൂടെ നമ്മൾ ബസ്സിൽ പോകുമ്പോഴുള്ള
വ്യൂ ആണിത്. ഭയങ്കര ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ആണ്. ആൻഡ് അതിൻ്റെ അപ്പർ പോർഷൻ ഒരു ഷിപ്പിൻ്റെ ഷേപ്പിലാണ്. ആ ഭാഗം എന്ന് പറയുന്നത് അവരുടെ ഓപ്പൺ റെസ്റ്റോറൻറ്റും പൂളും ഒക്കെയാണ്. നമ്മൾ ഈ കാണുന്ന ജയന്റ് വീലാണ് സിംഗപ്പൂർ ഫ്ലയർ. സിംഗപ്പൂർ സിറ്റിയുടെ ഒരു ഈഗിൾ ഐ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സിംഗപ്പൂർ ഫ്ലയറിൽ കയറുന്നത്. അതിനുള്ളിൽ ഡൈനിങ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഏർലി മോർണിംഗ്സും അതുപോലെ തന്നെ ലേറ്റ് ഈവനിങ്സും ആണ് നമുക്ക് സിംഗപ്പൂർ സിറ്റിയുടെ ബെസ്റ്റ് വ്യൂ കിട്ടാനുള്ള സമയങ്ങൾ. അങ്ങനെ ഒരു ഈവനിങ്ങോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത യാത്ര ഇപ്പോൾ നൈറ്റായി. സോ നൈറ്റ് വ്യൂ ഓഫ് സിംഗപ്പൂർ സിറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ് ഉള്ള സ്ഥലം ആയതുകൊണ്ടും എല്ലാത്തിലും ലൈറ്റ്സ് വരുന്നതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, വെറുതെ ഒരു നൈറ്റ് അതിൻ്റെ പേരിൽ ലൈറ്റ് ഇട്ട പോലെയല്ലല്ലോ, ലൈറ്റിംഗ് തന്നെയാണ് അത്. ഓരോ ബിൽഡിങ്ങിനും അതിനനുസരിച്ച് ഭംഗിയാക്കാവുന്ന വിധത്തിൽ ലൈറ്റിങ്സ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇനി നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് മറീന ബൈ ദ ബേ, ഫ്ലയർ, അതുപോലെ തന്നെ മ്യൂസിയം, അങ്ങനെ എല്ലാത്തിൻ്റെയും ഫ്ലവർ ഡോം എല്ലാത്തിൻ്റെയും നൈറ്റ് വ്യൂ കാണാൻ ഭയങ്കര രസമാണ്. പാർലമെന്റ് ഓഫ് സിംഗപ്പൂർ. ഫ്ലവർ ഡോമിൻ്റെ ലേസർ ഷോ ആണത്. നമ്മൾ ഫസ്റ്റ് ഡേ ഗാർഡൻസ് ബൈ ദ ബേയിൽ പോയ സമയത്ത് ഞാൻ ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അതിൻ്റെ ലേസർ ഷോ ആണിത്. ആൻഡ് ദിസ് ഈസ് ഹോക്കർ സെൻറ്റർ. ഇവിടെ നമുക്ക് പലതരം ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അത് ഇന്ത്യൻ ആണെങ്കിലും മലേഷ്യൻ ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും എല്ലാം. ആൻഡ് ഇതാണ് പ്രോൺസ് സെറ്റ്. നമ്മൾ ട്രൈ ചെയ്ത ഒരു ഐറ്റമാണ്. സ്പൈസി അല്ല, കുറച്ചൊരു സ്വീറ്റ് കൈൻഡ് ഓഫ് ആണ്. പക്ഷേ ഓക്കെ, എന്നെ സംബന്ധിച്ചോളം എനിക്കതൊരു വൺ ടൈം ട്രൈ എന്നുള്ള ലെവലിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അവൾ നല്ലപോലെ കഴിച്ചു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചൈന ടൗണിൽ ഇറങ്ങി നേരെ ഐബിസിലോട്ട് വിട്ടു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ 3rd ഡേ അറ്റ് സിംഗപ്പൂർ ആയിട്ട് നമ്മൾ വരും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.